UDF ആദ്യഘട്ടത്തിൽ കുതിക്കുന്ന കാഴ്ച പൊതുവെ പ്രകടമായിരുന്നു. എന്നാൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ കിതയ്ക്കുന്നു എന്നൊരു സംശയം. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരനെ പോലെ തലയെടുപ്പുള്ള ഒരു സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് വന്നിറങ്ങിയിരിക്കുന്നു. വലിയ തലയെടുപ്പുള്ള സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിൽക്കുന്നു. എന്തെടുപ്പ്? തലയെടുപ്പുള്ള സുരേഷ് ഗോപി. ശൈലജ ടീച്ചർ ക്യാബിനറ്റിൽ നിന്ന് തഴയപ്പെട്ട ഒരു വ്യക്തിയാണ്. പിണറായി നേരിട്ട് കണ്ടപ്പോൾ നമസ്തേ പോലും പറയാതെ ഒഴിഞ്ഞു മാറി. അല്ല, ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ഏറ്റവും ഞാൻ പറഞ്ഞോട്ടെ, ഈ പൊളിറ്റിക്സിൽ കറണ്ടേ ഉള്ളൂ, പാസ്റ്റും ഇല്ല ഫ്യൂച്ചറും ഇല്ല. തൃശ്ശൂരിന് ഒട്ടും പറ്റിയൊരു കാൻഡിഡേറ്റ് അല്ല. പിന്നെ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് വന്ന കഷ്ടകാലം. നരേന്ദ്രമോദിയോട് നമുക്ക് എന്തെല്ലാം വിരോധം ഉണ്ടെങ്കിൽ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ മോശമല്ലല്ലോ. മുകേഷ് ഇപ്പോൾ അവിടെ MLA ആണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല. അദ്ദേഹം പ്രേമേന്ദ്രൻ്റെ മുമ്പിൽ ഒരു നല്ല കാൻഡിഡേറ്റേ അല്ല. പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ, അദ്ദേഹത്തിന് ഇപ്പോഴാണ് കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം എന്നൊക്കെ മനസ്സിലായത്, ബാംഗ്ലൂരല്ല എന്ന് മനസ്സിലായി. അതിന് നത്തിങ് റോങ്. അദ്ദേഹം ഇവിടെ വന്ന് മത്സരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് കണ്ടിട്ട് പോലും ഇല്ല. ബാക്കിയുള്ള ആളുകളെ പോലെ എനിക്ക് പിന്നെ ഈ പോസ്റ്ററിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ, ഞാനും ഇവിടുത്തെ ഒരു വോട്ടറാണല്ലോ, ഞാനടക്കമുള്ള ലക്ഷക്കണക്കിന് വോട്ടർമാർ അദ്ദേഹത്തെ ഒരു കല്യാണ വീട്ടിൽ വെച്ച് പോലും കണ്ടിട്ടില്ല. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ CP ജോൺ. നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഡേറ്റ് കുറിച്ച് അംഗം മുറുകി നിൽക്കുന്ന അവസ്ഥയാണ്. UDF ആദ്യഘട്ടത്തിൽ കുതിക്കുന്ന കാഴ്ച പൊതുവെ പ്രകടമായിരുന്നു. എന്നാൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ കിതയ്ക്കുന്നു എന്നൊരു സംശയം. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരനെ പോലെ തലയെടുപ്പുള്ള ഒരു സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് വന്നിറങ്ങിയിരിക്കുന്നു. വലിയ തലയെടുപ്പുള്ള സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിൽക്കുന്നു. എന്തെടുപ്പ്? തലയെടുപ്പുള്ള സുരേഷ് ഗോപി. കേരളത്തിൻ്റെ മിക്ക മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ ഈ ഒരു സ്റ്റാർഡം UDFനെ ഭയപ്പെടുത്തുന്നുണ്ട്. വടകരയിൽ ശൈലജ ടീച്ചർ നിൽക്കുന്നു, പത്തനംതിട്ടയിൽ തോമസ് ഐസക്. നമുക്ക് പേരെടുത്ത് പറയാൻ വളരെ ഗംഭീരന്മാരാണ് പലരും. കൊല്ലത്ത് മുകേഷിനെ ഇറക്കി കളിക്കുന്നു. അപ്പോൾ എന്താണ് അങ്ങയുടെ ഒരു ഈ ഘട്ടത്തിൽ ചോദിക്കുന്ന കേട്ടാൽ തോന്നുന്നു 20 സ്ഥലത്തും സ്ഥാനാർത്ഥികൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഈ സ്ഥാനാർത്ഥികളൊക്കെ നിസ്സാരന്മാരാണെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് പറയാൻ പാടില്ല എന്ന് ഉണ്ടല്ലോ, അതൊരു ശരിയല്ല, ഞാൻ തീരെ പറയാറില്ല. സാധാരണ സ്ഥാനാർത്ഥികളാണ്. 1 by 1 ആയിട്ട് എടുത്താൽ ഇപ്പോൾ ശൈലജയുടെ പേര് പറഞ്ഞു, ശൈലജ ടീച്ചർ ക്യാബിനറ്റിൽ നിന്ന് തഴയപ്പെട്ട ഒരു വ്യക്തിയാണ്. പിണറായി നേരിട്ട് കണ്ടപ്പോൾ നമസ്തേ പോലും പറയാതെ ഒഴിഞ്ഞു മാറി. അല്ല, ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ഏറ്റവും ഞാൻ പറഞ്ഞോട്ടെ, ഈ പൊളിറ്റിക്സിൽ കറണ്ടേ ഉള്ളൂ, പാസ്റ്റും ഇല്ല ഫ്യൂച്ചറും ഇല്ല. കറണ്ട് പൊളിറ്റിക്സിൽ ശൈലജ ടീച്ചർ അബാൻഡൻഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. അവർക്കൊരു പൊസിഷൻസും ഇല്ല പാർട്ടിയിൽ. സെൻട്രൽ കമ്മിറ്റി മെമ്പറൊക്കെയാണ്. പേരെടുത്ത് പറഞ്ഞവരുടെ കാര്യമാണ്. പിന്നെ സുരേഷ് ഗോപിയെ കൂടുതൽ ഭയക്കുന്നത് കൊണ്ടാണല്ലോ K മുരളീധരനെ തൃശ്ശൂർ. അത് ഞാൻ പറയാം, എന്താ മൂപ്പര് കഴിക്കണേന്ന് അറിഞ്ഞൂടാ, വളരെ ദയനീയമാണ്. ഞാൻ തൃശ്ശൂരുകാരനല്ലേ, ഞാൻ കുന്നംകുളം എന്നുള്ളതല്ല, ഞാൻ തൃശ്ശൂർ താലൂക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു, SFIയുടെ. ഈ സുരേഷ് ഗോപി ഹ്രസ്വകാലം SFIയുടെ അനുഭാവിയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എനിക്കറിഞ്ഞൂടാ, ആയിരിക്കാം. എന്തൊരു കോമിക് ഫിഗറാണിത്. ബോഡി ഷേപ്പിംഗ് ആവും. കോമിക് ഫിഗർ എന്നൊന്നും ബോഡി ഷേമിങ് ആവില്ല. അദ്ദേഹത്തെ പുലിക്കളിക്ക് വിടാം തൃശ്ശൂർ. ഓണം കഴിഞ്ഞാൽ പുലിക്കളിക്ക് നമുക്ക് നല്ല മെയ് വഴക്കമുള്ളത്. അതാ പറഞ്ഞ, പുലിക്കളിക്ക് വളരെയധികം മെയ് വഴക്കം ആവശ്യമുണ്ട്. അദ്ദേഹത്തെ മേളത്തിനൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാനിപ്പോൾ ഈ വർഷം കൂട്ടിച്ചേർത്താൽ അതിന് മുമ്പ് തന്നെ 50 പ്രാവശ്യത്തിലധികം മേളം കണ്ടിട്ടുണ്ട്. അത് ഇത്രയും കണ്ടിട്ടുണ്ട്, മഠത്തിലവരുണ്ട്. തൃശ്ശൂരിന് ഒട്ടും പറ്റിയൊരു കാൻഡിഡേറ്റ് അല്ല. പിന്നെ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് വന്ന കഷ്ടകാലം. നരേന്ദ്രമോദിയോട് നമുക്ക് എന്തെല്ലാം വിരോധം ഉണ്ടെങ്കിൽ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ മോശമല്ലല്ലോ. പക്ഷെ ഇതുപോലത്തെ ഒരാളെ, ഒരു സ്ഥാനാർത്ഥി, ലോകസഭാ സ്ഥാനാർത്ഥി ജയിച്ചിട്ട് തന്നെ നൃത്തം ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ പറഞ്ഞിട്ടില്ല. തോറ്റിട്ട് നൃത്തം ചെയ്യുന്ന ഞാൻ ആദ്യമായിട്ട് കാണുക.
ജയിക്കുന്നതിന് മുൻപുള്ള ഒരു അതെ, 2 പ്രാവശ്യം തോറ്റല്ലേ തൃശ്ശൂര്. തോറ്റ സ്ഥാനാർത്ഥിയാണല്ലോ അദ്ദേഹം. അതെ, 2 തവണ രാജീവ് ചന്ദ്രശേഖർ തോൽക്കാതിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ 2 പ്രാവശ്യം തൃശ്ശൂർ എടുത്ത പൊന്താത്ത ഒരാളാണല്ലോ. അദ്ദേഹം എന്തിനാ ഈ ഡാൻസ് ചെയ്യുന്നത്? അദ്ദേഹം പൊളിറ്റിക്സ് പറയുന്നുണ്ടോ? ഒരു പൊളിറ്റിക്സും പറയുന്നില്ല. ഡാൻസ് അല്ല, കരുവന്നൂർ വിഷയമൊക്കെ ഉയർത്തി കേരളത്തിൽ കരുവന്നൂർ എവിടെ? കരുവന്നൂരൊക്കെ ED CPM ആയിട്ട് കോംപ്രമൈസ് ആയില്ലേ? അത് പറഞ്ഞു നന്നായി. മനസ്സിലായോ? അതാ ഞാൻ പറഞ്ഞു, പൊളിറ്റിക്കലല്ല, കോമിക്കലാണ്. ഇരിക്കട്ടെ. പിന്നെ താങ്കൾ പറഞ്ഞ ഒരു കാൻഡിഡേറ്റ് ആരാ? തോമസ് ഐസക്. പത്തനംതിട്ട. തോമസ് ഐസക് ഞാൻ പറഞ്ഞ ശൈലജ ടീച്ചറുടെ പോലെ അബാൻഡൻഡ് അല്ലേ? അദ്ദേഹത്തിന് പത്തനംതിട്ടയായിട്ട് എന്താ ബന്ധം? പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അടുത്ത കാലത്ത് ആലപ്പുഴയിൽ പങ്കെടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോയതാ. ഞാൻ അദ്ദേഹത്തെ അറിയുന്നത്ര വേറെ ആർക്കും അറിയില്ലല്ലോ. അതെ, അറിയുമോ? ഇല്ല, അറിയില്ല. ഞാൻ അഹങ്കാരത്തോടുകൂടി പറയാം, അദ്ദേഹത്തിന് പത്തനംതിട്ടയിൽ യാതൊരു കാര്യമില്ല. ഇതിപ്പോൾ ഇലക്ഷൻ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കല്ല, അതർവൈസ് ഒരു റൂട്ട്സും തോമസ് ഐസക്കിനില്ല. വേറെ എന്തെല്ലാം ഡിഫറൻസ് ഒപ്പീനിയൻ ഉണ്ടെങ്കിലും അവിടുത്തെ ആരോഗ്യമന്ത്രി നല്ല രീതിയിൽ അവിടെ ഫൈറ്റ് ചെയ്തു. നമ്മുടെ വീണ ജോർജ് കഴിഞ്ഞ പ്രാവശ്യം നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു അവർ. നിങ്ങൾ താങ്കൾ പറഞ്ഞ പേരുകൾ പറയാം. പിന്നെ മുകേഷ് ഇപ്പോൾ അവിടെ MLA ആണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല. അദ്ദേഹം പ്രേമേന്ദ്രൻ്റെ മുമ്പിൽ ഒരു നല്ല കാൻഡിഡേറ്റേ അല്ല. ആൾ മോശമൊന്നല്ല, അവിടെ MLA ആയിട്ട് ജയിച്ച് നിൽക്കുകയാണല്ലോ. അതെ. പിന്നെ അദ്ദേഹത്തിന് ജോലി തുടരാവുന്നതാണ്. പിന്നെ രാജീവ് ചന്ദ്രശേഖരാണ്. അദ്ദേഹത്തിന് ഇപ്പോഴാണ് കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം എന്നൊക്കെ മനസ്സിലായത്, ബാംഗ്ലൂർ അല്ല എന്ന് മനസ്സിലായി. നത്തിങ് റോങ്. അപ്പം അദ്ദേഹം ഇവിടെ വന്ന് മത്സരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് കണ്ടിട്ട് പോലുമില്ല. ബാക്കിയുള്ള ആളുകളെ പോലെ എനിക്ക് പിന്നെ ഈ പോസ്റ്ററിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ, ഞാനും ഇവിടുത്തെ ഒരു വോട്ടറാണല്ലോ. ഞാനടക്കമുള്ള ലക്ഷക്കണക്കിന് വോട്ടർമാർ അദ്ദേഹത്തെ ഒരു കല്യാണ വീട്ടിൽ വെച്ച് പോലും കണ്ടിട്ടില്ല. സ്വയം കണ്ടിട്ടുണ്ടോ അറിയില്ല, സത്യം പറ. രാജീവ് ചന്ദ്രശേഖർ കണ്ടിട്ടുണ്ടോ? എന്തോ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അതുകൊണ്ട് പറയണ്ട. കാരണം കാണണം നമുക്ക് നിർബന്ധമില്ല. കാരണം അദ്ദേഹം ബാംഗ്ലൂർ താമസിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നു. പക്ഷേ ഇവിടുത്തെ BJP പ്രവർത്തകർ ഈ ഫോട്ടോയും കൊണ്ട് വീട്ടിൽ കയറുമ്പോഴേ അവർക്ക് യാതൊരു പരിചയമില്ല. ശ്രദ്ധയിൽപ്പെട്ടോ? അല്ല, അതിന് മുമ്പുള്ള ഒരു മിനിറ്റ്, അതിന് മുമ്പുള്ള 2 BJP കാൻഡിഡേറ്റ്സ് ഞങ്ങൾ നന്നായിട്ട് പേടിച്ച ആൾക്കാരല്ലേ? കുമ്മനം രാജശേഖരനും O രാജഗോപാലും, രണ്ടാളും രാജേട്ടൻ എന്ന് വിളിക്കപ്പെടുന്ന. ഇനി എതിരാളി ഇപ്പം ഞാൻ തന്നെ O രാജഗോപാലിനെ കണ്ടാൽ O രാജഗോപാൽ എന്നാണോ വിളിക്കുന്നത്? രാജേട്ടൻ അല്ലേ? ഇപ്പൊ M വിജയകുമാർ അദ്ദേഹത്തെ കണ്ട രാജേട്ടൻ എന്നല്ലേ വിളിക്കുന്നത്? അതെ അതെ. ഇപ്പൊ ശിവൻകുട്ടി കണ്ട രാജേട്ടൻ എന്നല്ലേ? ഐ മീൻ അദ്ദേഹം പാലക്കാട്ടുകാരനെ കൊണ്ട് കാര്യമില്ല. ഈസ് നോൺ ടു ഈച്ച് ആൻഡ് എവരി പൊളിറ്റിക്കൽ വർക്കർ ഇൻ ദ കോൺസ്റ്റിറ്റ്യുവൻസി. പേരിൽ രാജേട്ടനുമായിട്ട് സാമ്യമുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം രാജീവ്. അത് ഞാൻ അദ്ദേഹത്തെ പരിഹസിക്കുകയല്ല, ഇതൊരു ടെക്നോക്രാറ്റാണ്, ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ശശി തരൂർ വരുമ്പോഴും പരിചയമുണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷേ അദ്ദേഹം ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല, ആർക്കിടയിൽ, പ്രവർത്തകർക്കിടയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. പിന്നെ തരൂർ ആദ്യം വരുമ്പോൾ അപരിചിതനായിരുന്നു, ഇപ്പോൾ വളരെ പരിചിതനാണ്. മാത്രമല്ല പന്ന്യനാണ് അപ്പുറത്തുള്ള കാൻഡിഡേറ്റ്. പന്ന്യനെക്കുറിച്ച് വ്യക്തിശുദ്ധിയുടെ കാര്യത്തിലൊന്നും ആർക്കും ആക്ഷേപങ്ങളില്ല എന്ന് മാത്രമല്ല, വളരെ റെസ്പെക്റ്റേ ഉള്ളൂ. പക്ഷേ വോട്ടർമാർ നോക്കുന്ന സമയത്ത് രാജീവ് ചന്ദ്രശേഖറാണോ അല്ലെങ്കിൽ തരൂരിനാണോ എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ബൈ ഡിഫോൾട്ട് പന്ന്യൻ 3-ാം സ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യത. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ചില പ്രത്യേകതകൾ സംഭവിക്കുന്നു തിരുവനന്തപുരത്ത്. ഇവിടുത്തെ വ്യവസായികൾ, ഇവിടുത്തെ സ്വാധീന ഗ്രൂപ്പുകൾ, ചില പ്രഗത്ഭരായ വ്യക്തികളൊക്കെ നേരത്തെ ശശി തരൂരിനെ പുകഴ്ത്തി അദ്ദേഹത്തിന് ചുറ്റും വാഴ്ത്തുപാട്ടുമായിട്ട് നിന്നവർ, അവരൊക്കെ ഇപ്പോൾ കൂടോടെ ചെന്ന് രാജീവ് ചന്ദ്രശേഖരൻ്റെ ക്യാമ്പിൽ കയറിയ കാഴ്ച വളരെ ശ്രദ്ധേയമാണ്. കാരണം അവരൊക്കെ അദ്ദേഹത്തെ കാണുന്നത് ഒരു ഭാവി മന്ത്രിയായിട്ട്, കേന്ദ്രമന്ത്രിയായിട്ട്. തിരുവനന്തപുരത്തിനൊരു സ്വന്തം മന്ത്രിയെ കിട്ടാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനൊരു സാധ്യത ഞാൻ നിസ്സാരമായിട്ട് പറഞ്ഞില്ലല്ലോ. രാജീവ് ചന്ദ്രശേഖറും അതേപോലെ തന്നെ ശശി തരൂരും തമ്മിലുള്ള മത്സരം ടഫ് മത്സരം തന്നെയാണ്. ഞാനതിനെ പരിഹസിക്കാനൊന്നുമില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടോ? പക്ഷെ അങ്ങനെ വന്നാൽ ശശി തരൂരിനൊരു വീഴ്ച ഇക്കുറി സംഭവിക്കും. അദ്ദേഹത്തിന് ചാലഞ്ചിങ് ആണ്. ഇതിന് മുമ്പുള്ളത് ഇതിനേക്കാളും ചാലഞ്ചിങ് ആയിരുന്നു.
പൊളിറ്റിക്കലി ഇതിനേക്കാളും ചലഞ്ചിങ് ആയിട്ടുള്ള 2 കാൻഡിഡേറ്റ്സിനെയാണ് അദ്ദേഹം നേരിട്ടിട്ടുള്ളത്. അതായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ താരതമ്യേന ഒരു അൺനോൺ ക്യാരക്ടറാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ. രാഷ്ട്രീയത്തിലില്ലാത്ത ആളാണ്. പിന്നെ BJPക്ക് റിയൽ വോട്ട് ബേസ് ഉള്ളൊരു സ്ഥലമാണ് അല്ലേ? അല്ല, ഇക്കുറി കുറച്ചുകൂടി ഒരു മോദി വികാരമുണ്ട് തിരുവനന്തപുരത്ത്. മോദി ആദിശ കോൺസ്റ്റൻറ്റ് അതെല്ലായിടത്തും ഉണ്ടല്ലോ. അതൊരു അവരുടെ ഒരു ഗ്യാരണ്ടി എന്നൊക്കെ പറയുന്നത്. ഈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിലൊരു ചീത്ത വാക്കാണ്. ഈ മുക്കുകൊണ്ടത്തിനായി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അല്ലേ? അതെ, നേരത്തെ ഗ്യാരണ്ടി ആഭരണങ്ങൾ അങ്ങനെയല്ലേ? അപ്പോൾ ഈ BJPക്കാർ ഈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് സാധാരണ നമ്മുടെ തൊഴിലാളി ഞാനൊക്കെ യൂണിയനിലൊക്കെ, അപ്പോൾ അവർക്ക് ഗ്യാരണ്ടി എന്നാണ് പറയുക ഈ ആഭരണങ്ങളൊക്കെ. മാധവിക്കുട്ടിയുടെ ഒരു കഥാപാത്രം പറയുന്നുണ്ട് ഒരു വീട്ടിൽ പിന്നെ അവരെ സഹായിക്കാൻ. ഒറിജിനൽ ഗ്യാരണ്ടിയാണ് അങ്ങനെ പറഞ്ഞിട്ട് അത് വിൽക്കുന്നത്. ഇത് ഈ കല്യാണമൊക്കെ വരുമ്പോൾ പാവപ്പെട്ട ആളുടെ വീട് മാലയൊക്കെ പണയത്തിലാണെങ്കിൽ ഗ്യാരണ്ടി മാല ഇടുക. അത് ഒറിജിനൽ ഗ്യാരണ്ടി എന്ന് പറയുക. അത് ഒറിജിനൽ ഗ്യാരണ്ടി എന്നാ പറയുക. അപ്പം അതുകൊണ്ട് ഗ്യാരണ്ടി എന്നുള്ള വാക്ക് വിറ്റില്ല. അത് പോട്ടെ. ഈ ആലപ്പുഴയിൽ ഇക്കുറി KC വേണുഗോപാലിന് വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്ന ഒരു ശ്രുതിയുണ്ട്. ശോഭാ സുരേന്ദ്രൻ്റെ വരവ്. ശോഭാ സുരേന്ദ്രൻ നേരത്തെ ആറ്റിങ്ങിൽ നിന്ന് 2.5 ലക്ഷം വോട്ട് പിടിച്ച ഒരു നല്ല പ്രഗത്ഭയായ നേതാവാണ്. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലെത്തിയപ്പോൾ ഇപ്പോൾ NDA BJP പരമാവധി വോട്ടുകൾ സമാഹരിക്കും. ആരിഫ് കഴിഞ്ഞ തവണ 20-ൽ 1 ആണെങ്കിൽ പോലും ആ 20-ൽ 1 അപ്പോൾ KCക്ക് വലിയ പ്രതീക്ഷ. KC ആലപ്പുഴ മണ്ഡലം പിടിച്ചിട്ടുണ്ട് എങ്കിലും ഇക്കുറി അത്ര എളുപ്പമാകില്ല എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. വാസ്തവത്തിൽ KC വേണുഗോപാൽ എടുത്തിട്ടുള്ള റിസ്കിന് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുക. കാരണം നഷ്ടപ്പെട്ട ഒരു സീറ്റ്, കോൺഗ്രസ്സിന് UDFന് നഷ്ടപ്പെട്ട ഒരു സീറ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇന്ന് കോൺഗ്രസിൻ്റെ ഏറ്റവും ഉയർന്ന കേരളത്തിൽ നിന്നുള്ള അല്ല ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഭാരവാഹിയാണ്. ACC പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിയാണ്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായിട്ടുള്ള അനുയായി. അദ്ദേഹം തന്നെ നേരിട്ട് മുന്നിൽ നിന്ന് നയിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വോട്ട് വന്ന് വീഴുകയാണ്. കാരണം KC വേണുഗോപാൽ അവിടെ ആലപ്പുഴയിൽ MLA ആയിരുന്നപ്പോഴും മന്ത്രിയായിരുന്നപ്പോഴും പിന്നീട് MP ആയിരുന്നപ്പോഴും ഒക്കെ ആലപ്പുഴക്കാർക്കുണ്ടായിരുന്ന ഒരു ആക്സസ്. പക്ഷെ കഴിഞ്ഞ ഒരു 10 വർഷമായി തിരിഞ്ഞു നോക്കുന്നില്ല. നിരന്തരമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്. അവിടെ ആലപ്പുഴയിൽ ഒരു യാതൊരു ബന്ധക്കുറവുണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മാത്രമല്ല അദ്ദേഹം വന്നു എന്നുള്ള കാൻഡിഡേച്ചർ വന്നപ്പോൾ തന്നെ എല്ലാവരും അങ്കലാപ്പിലായി. അതുകൊണ്ട് ആലപ്പുഴയിൽ KC വേണുഗോപാലിൻ്റെ വിജയം സുനിശ്ചിതമാണ്. പക്ഷേ തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ നമ്മളൊരിക്കലും ഉറങ്ങിക്കിടക്കാൻ പാടില്ല. സിറ്റിംഗ് MP അവിടുണ്ട്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ വന്നിട്ടുണ്ട്. അപ്പം അതിനൊക്കെ നല്ല പോലെ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് തന്നെയായിരിക്കും ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി നമ്മുടെ ശ്രീ KM ഷാജഹാൻ മത്സരിക്കുന്നുണ്ട് ആലപ്പുഴയിൽ. മത്സരിക്കട്ടെ. അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിച്ചോ? തീരുമാനിച്ചു ആയിരിക്കാം. അദ്ദേഹം പിന്നെ ഇപ്പോൾ നോമിനേഷൻ കൊടുക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. അതെ. അല്ല, അദ്ദേഹത്തിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കാര്യമില്ല. ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഫാക്ടറായിട്ട് അദ്ദേഹം മാറുന്ന ഷാജഹാൻ തന്നെ കരുതുന്നുണ്ടാവില്ല. പക്ഷേ തൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നതിനൊക്കെ ഷാജഹാനും ഒരവസരം കിട്ടും. പക്ഷേ ആലപ്പുഴയുടെ മനസ്സ് എന്നും KCയുടെ കൂടെയാണ്. അത് UDFന് ബെനിഫിറ്റ് ആവും. അതുകൊണ്ട് നഷ്ടപ്പെട്ടത് ഞങ്ങൾ പിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള മെസ്സേജും കൂടെ അതിൽ പോയിട്ട്. കൊല്ലം പാർലമെൻറ്റ് മണ്ഡലം പോലെ തന്നെ ആലപ്പുഴയ്ക്കും ഇക്കുറി വലിയ പ്രത്യേകതയുണ്ട്. കാരണം കൊല്ലം പാർലമെൻറ്റിൽ ഒരേ ഒരു കുണ്ടർ സീറ്റ് മാത്രമേ UDFന് കൈവശമുള്ളൂ. ആലപ്പുഴയുടെ സ്ഥിതി സമാനമാണ്. ശരിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ മത്സരങ്ങളെയൊക്കെ 19-ൽ നിന്നല്ല നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ വളരെ സീരിയസ് ആയി അടിത്തട്ടിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. അല്ലാതെ നമുക്ക് 19 സീറ്റുണ്ടെങ്കിൽ ഒന്നും കൂടെ കിട്ടാനുള്ളൂ എന്ന രീതിയിൽ UDF ഒരിക്കലും അതിൻ്റെ അണികളോട് ഒരു മെസ്സേജ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഓവർ കോൺഫിഡൻസ്. ഞാനിപ്പോൾ ഇൻ്റർവ്യൂയിലൂടെ നമ്മളെ കാണുന്ന UDF പ്രവർത്തകരുണ്ടല്ലോ. അതെ. അപ്പോൾ UDFൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് കൂടി പറയുമ്പോൾ ഒരിക്കലും അമിതമായ ആത്മവിശ്വാസം പാടില്ല. കഠിന പ്രയത്നം ചെയ്ത് തന്നെ നേടിയെടുക്കണം. പണം അതിൻ്റെ ഒരു കുത്തൊഴുക്കായിരിക്കും ഇക്കുറി.
വടക്കുന്ന് വരുന്ന BJPയും ഇവിടെ നിന്നുള്ള CPM ഒക്കെ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ വളരെ ശക്തമായ തീരുമാനങ്ങളും നടപടികളും വേണ്ടി വരും. എന്തായാലും ഞങ്ങളോട് ഫൈറ്റ് ഉണ്ട് അല്ലേ? ഈ 20 മണ്ഡലത്തിലും ഞങ്ങൾ ഫൈറ്റില്ല എന്നൊന്നും പറഞ്ഞ് രാഹുൽ ഗാന്ധിയോട് ഫൈറ്റില്ല, മലപ്പുറത്ത് ഫൈറ്റില്ല, അല്ലെങ്കിൽ പിന്നെ എറണാകുളത്ത് ഫൈറ്റില്ല, കൊല്ലത്ത് പോലും വലിയ ഫൈറ്റൊന്നുമില്ല, പൊന്നാനി ഫൈറ്റില്ല. അങ്ങനെ കൊണ്ട് ഫൈറ്റുള്ളതും ഫൈറ്റില്ലാത്തതുണ്ട്. പക്ഷേ ഞാൻ UDFൻ്റെ ഒരു ചുമതലക്കാരൻ എന്നുള്ള രീതിയിൽ അങ്ങനെ ഈസി വാക്ക് ഓവറാണ് UDFന് എന്നുള്ള മെസ്സേജൊന്നും കൊടുത്തിട്ട് ആളുകളെ എന്താ പറയുക ഓവർ കോൺഫിഡൻ്റ് ആക്കാൻ ആഗ്രഹിക്കുന്നില്ല. നല്ല ഫൈറ്റ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ UDFന് കിട്ടിയ 19-ൽ കാര്യമായ കുറവ് വരും എന്നങ്ങ് കരുതുന്നുണ്ട്. ഒരു 4-5 സീറ്റെങ്കിലും കുറയും. നല്ലപോലെ ശ്രദ്ധിക്കണം. നല്ലപോലെ ശ്രദ്ധിച്ചാൽ 19-നെ 20 ആക്കാനും സാധിക്കും. അതേസമയം ഒരു 4-5 സീറ്റുകളിൽ കടുത്ത മത്സരം നമ്മൾ നേരിടുന്നു. അത് നമ്മുടെ EP ജയരാജൻ പറഞ്ഞു, ആ സീറ്റുകളിൽ BJP സ്ഥാനാർത്ഥികൾ LDF തമ്മിൽ. അതെ അതെ. ഇപ്പോൾ EP ജയരാജൻ എന്നുള്ള വാക്ക് ഞാൻ പറയേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ EP ജയരാജൻ കാരണം ഇനിയിപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ തന്നെ ഈ സ്ഥാനാർത്ഥി സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്നുള്ള പേടി എനിക്കുള്ളത്. അല്ലേ? കാരണം നോമിനേഷൻ കൊടുക്കാനായിട്ടില്ലല്ലോ. ഇല്ല, നോമിനേഷൻ കൊടുക്കുന്നത് 4-ാം തീയതി വരെ ഉണ്ട്. ഈ സ്ഥാനാർത്ഥികൾ മാറുക എന്നുള്ളത് അത്ര ഒന്നുമല്ല. ഇപ്പോൾ EP ജയരാജനും രാജീവ് ചന്ദ്രശേഖറും കൂടി എന്തോ കൂട്ടുകച്ചവടം നടത്തുന്നുണ്ടെന്നല്ലേ വന്നിട്ടുള്ളത്? UDF പറയുന്നതല്ല, അങ്ങനെ ഉണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ റിസോർട്ട് അവിടെ EP ജയരാജൻ്റെ ഭാര്യയും മകനും ഉൾപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫ് മാത്രം. അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, EP ജയരാജൻ്റെ ഈ റിസോർട്ടിൽ രാജീവ് ചന്ദ്രശേഖറിന് ഷെയർ ഇല്ലേ, അല്ലെങ്കിൽ തിരിച്ചില്ലേ? രാജീവ് ചന്ദ്രശേഖര റിസോർട്ട് നടത്താൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ കമ്പനി ഒരു ധാരണ ഉണ്ടാക്കി. ആണല്ലോ. അതെ, ആണല്ലോ. പക്ഷെ അത് EP ജയരാജൻ്റെ റിസോർട്ടല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മകനും. അതെ അതെ, എൻ്റെ അല്ല, എൻ്റെ ഭാര്യയുടെ എന്ന് പറഞ്ഞ മാതിരിയുള്ളൂ. ഈ ഭാര്യയും ഭർത്താവിനെ കുറിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് തത്വത്തിലൊരു കാര്യമുണ്ട്. ഭാര്യയും ഭർത്താവ് എന്ന് പറഞ്ഞാൽ സ്വത്തിൻ്റെ വിഭജനത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ ഒരാൾ കല്യാണം കഴിച്ചു, അല്ല ഒരാളുടെ എന്താ മാരേജ് എന്ന് പറഞ്ഞത്? മാരേജ് ഈസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇറ്റ് ഇസ് നോട്ട് എ കോൺട്രാക്ട് അല്ലേ? അതെ. അപ്പോൾ ഒരാൾ ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്. എന്താണ് അവർ തമ്മിലുള്ള പ്രത്യേകത? ഭർത്താവ് മരിച്ചാൽ ഭർത്താവിൻ്റെ സ്വത്ത് ഭാര്യയ്ക്ക് കിട്ടുന്നതിനാണ് മാരേജ് എന്ന് പറയണത്. അല്ലാതെ ഇറ്റ് ഈസ് നോട്ട് എ സെക്ഷുവൽ ലൈസൻസ്, ബയോളജിക്കൽ അല്ല. അത് സാമ്പത്തികമാണ്. മാരേജ് ഇസ് നോട്ട് ഓൺലി എ കോൺട്രാക്ട്, ഇറ്റ്സ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് ഭാര്യ തന്നെയാണ് ഭർത്താവ് തന്നെയാണ് ഭാര്യ. എങ്ങനെ വരുമ്പോൾ? സ്വത്ത് വരുമ്പോൾ. അപ്പോൾ സ്വത്തിൽ പറയണം എൻ്റെ ഭാര്യയുടെ എന്ന് പറഞ്ഞാൽ എൻ്റെ തന്നെയാണ്, അതർ സ്പൗസ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറും EP ജയരാജനും തമ്മിൽ ബിസിനസ് ബന്ധങ്ങളുണ്ട് എന്ന് പറഞ്ഞോടുകൂടി എനിക്ക് ഇൻഫർമേഷനൊന്നുമില്ല. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറുമായിട്ട് കൂട്ടുകച്ചവടം നടത്തുന്ന ആളെയാണോ BJP സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിട്ടുള്ളത്? അദ്ദേഹത്തിന് ഒരുപാട് ബിസിനസ് ഉണ്ട്. അതിലൊന്ന് മാത്രമാണ് നിരാമായ എന്ന് പറഞ്ഞ റിസോർട്ട് ഗ്രൂപ്പ്. അപ്പോൾ EP ജയരാജൻ ജന്മാന ഭയങ്കര ബിസിനസ്സുകാരനല്ലേ? അല്ല, EP ജയരാജൻ്റെ ആകെയുള്ള ഒരു EP ജയരാജൻ്റെ കുടുംബത്തിന് ആകെയുള്ള ജയരാജനെയൊക്കെ എനിക്കൊരു 50 കൊല്ലമായിട്ട് അറിയാം. എന്തൊക്കെ ബിസിനസ് അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നു എന്നും ഇപ്പം എന്താ ഉള്ളത് എനിക്ക് പോവില്ല. പക്ഷേ ഞാൻ ആരെയും ടാർണിഷ് ചെയ്യുന്നില്ല, അദ്ദേഹത്തിൻ്റെ ചെയ്തോടെ. പക്ഷേ എൻ്റെ മൈ പോയിൻ്റ് ഈസ് EP ജയരാജൻ്റെ ഭാര്യയും കുട്ടികളും BJPയുടെ സ്ഥാനാർത്ഥിയും തമ്മിൽ കച്ചവടമുണ്ട് എന്ന ആരോപണം നിൽക്കുന്നു. ആരോപണം ഇത് രാത്രിയാണെന്ന് ആരോപണം ഉണ്ടെന്ന് പറഞ്ഞ പോലെയാണ്. ഫാക്റ്റ് അല്ലേ? ഒരു ഫോട്ടോ ഉണ്ട്, നിരാമായ അവരുടെ റിസോർട്ട്, ഭാര്യയും മകനും ഷെയർ ഉണ്ടല്ലോ. ഉണ്ടല്ലോ. അപ്പോൾ ഷെയറേ ഉള്ളൂ, കച്ചവടമില്ല എന്നാണ് പറഞ്ഞത്. ഷെയർ തന്നെയാണല്ലോ ഈ കച്ചവടം എന്ന് പറഞ്ഞത്. പക്ഷേ അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ EP ജയരാജനും തമ്മിൽ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല. അവർ തമ്മിൽ ഒരു ആശയവിനിമയം അല്ല, അത് പിന്നെ ഫോണിൽ കൂടെ പറഞ്ഞാലും മതിയല്ലോ. അല്ല, ഫോണിൽ ബന്ധപ്പെട്ടിട്ടില്ല എന്നിരിക്കാം. അതിനല്ലേ ഈ പിന്നെ ദല്ലാളന്മാരുള്ളത്. അതിനാണല്ലോ ദല്ലാളന്മാരുള്ളത്. അപ്പോൾ അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വ്യക്തിപരമായി ഞാൻ കണ്ടിട്ടില്ല, അദ്ദേഹത്തെ അറിയില്ല. പക്ഷേ വലിയൊരു സ്ഥാപനത്തിൻ്റെ അങ്ങ് വരുന്നത് BJP ഈ ഒരു ബാന്ധവം മനസ്സിലാക്കി രാജീവ് ചന്ദ്രശേഖരനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റുമെന്നാണോ? ഞാൻ പറഞ്ഞില്ല. അല്ല, അങ്ങൊരു സൂചന തന്നു. ചിലപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ. അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറുമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളെ പോസ്റ്റ് ഒട്ടിക്കാൻ വേണ്ടി BJPക്കാർ പോകുമോ? നമുക്കിവിടുത്തെ BJPക്കാരെയൊക്കെ സാമാന്യ പരിചയമൊക്കെ ഉണ്ടല്ലോ. CPMൻ്റെ കടന്നാക്രമണങ്ങളെ കൊണ്ട്
കുടുംബങ്ങൾ തകർന്നിട്ടുള്ള എത്രയോ കുടുംബങ്ങളെ നമുക്ക് ഈ നഗരത്തിൽ തന്നെ കാണാൻ കഴിയും അല്ലേ? അതെ, തിരിച്ചും ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഇപ്പം മുരുക്കുമ്പുഴയിൽ 3 ആളെയാണ് ഒരു ദിവസം കൊന്നത്. ഒറ്റ ദിവസം മുരുക്കുമ്പുഴ കൊലപാതകം എന്ന് പറയും. ഇപ്പോൾ ഉള്ള BJP-ക്കാർക്ക് വേണ്ടത്ര അറിയുന്നുണ്ടാവില്ല. ഞാനിപ്പോൾ അതൊന്നും പറയാൻ ആഗ്രഹിക്കുകയല്ല. ഇതൊന്നും രാജീവ് ചന്ദ്രശേഖരനും അല്ല, EP ജയരാജൻ ഒരു നിസ്സാരക്കാരനല്ല, LDF കൺവീനറാണ്. അദ്ദേഹത്തിൻ്റെ പിന്തുണ രാജീവ് ചന്ദ്രശേഖരനുണ്ട് എന്ന മെസ്സേജ് ഒരു പക്ഷേ CPM-ലേക്ക് പോയാൽ ആ പാർട്ടി പ്രവർത്തകർ പോലും രാജീവ് ചന്ദ്രശേഖരൻ CPM-ന് ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമല്ല. CPM-ന് ഇപ്പോൾ KMR-ലും പിന്നെ എക്സാലോജിക്കുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് വല്ല പ്രശ്നമുണ്ടോ? അവരതൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് താമസിക്കുന്ന പോലെയാണ്. എൻ്റെ ഒച്ചപ്പാടൊന്നും കുഴപ്പമില്ല. ആദ്യം വാടകയ്ക്ക് വീടെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ശബ്ദമായിട്ട് തോന്നും. അപ്പോൾ CPM-ൻ്റെ പ്രവർത്തകർക്കുമൊക്കെ ഇത്തരം ആരോപണങ്ങളൊക്കെ കേട്ട് നല്ല ഒരു ട്രെയിൻ പോകുമ്പോൾ ഒരു താളമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ അഴിമതിയായിട്ടൊക്കെ വളരെ പൊരുത്തപ്പെട്ടു. BJP-യിലും കുറേ ആൾക്കാർ പൊരുത്തപ്പെട്ടു. പക്ഷേ ജനങ്ങൾ നോക്കുമ്പോൾ ഇതാണ് സ്ഥിതി. തൊട്ടപ്പുറത്ത് ആറ്റിങ്ങൽ കേന്ദ്രമന്ത്രി V. മുരളീധരനാണ് മത്സരിക്കുന്നത്. നല്ല ഫൈറ്റാണ്. കഴിഞ്ഞ തവണ 2.5 ലക്ഷം വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ നേടിയത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ. ഇക്കുറി UDF-ഉം NDA-യും തമ്മിലാണോ മത്സരം, അതോ UDF LDF-ഉം തമ്മിലാണോ? അവിടെ ത്രികോണ മത്സരം തന്നെയാണ്. ഞാനിപ്പോൾ കൺവെൻഷനിൽ പോയിട്ട് വരികയാണ്. അവിടെ എല്ലാ കാലത്തും ആദ്യത്തെ ടിക്കറ്റ് ഇരുന്നൊരു മണ്ഡലമാണല്ലോ പഴയ ചിറയൻകീഴ്. ഇപ്പോഴത്തെ പഴയ ചിറയൻകീഴ് LDF-ന്, പക്ഷേ LDF-ൻ്റെ കാര്യത്തിൽ LDF-ന് അനുകൂലമായി ടിക്കറ്റ് ഇരുന്ന സ്ഥലമാണ് അല്ലേ? അതെ, 2009 മുതൽ തിരിഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന മണ്ഡലം. 2009 തൊട്ട്, കഴിഞ്ഞ പ്രാവശ്യം തൊട്ടല്ലേ? 2000, അതെ കഴിഞ്ഞ പ്രാവശ്യം 2009 പഴയ ചിറയൻകീഴ് ആറ്റിങ്ങലായി മാറി. ആറ്റിങ്ങലായപ്പോഴും അവിടെ ജയിച്ചത് പിന്നെ ഇടതുപക്ഷ മുന്നണി കാൻഡിഡേറ്റ് അല്ലേ? സമ്പത്താണ്. സമ്പത്ത്, വർക്കല രാധാകൃഷ്ണൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ, സുശീല ഗോപാലൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ 91 തൊട്ട് ജയിച്ചവരാണ്. അതിന് മുമ്പ് തലേക്കുന്നിൽ ബഷീർ ജയിച്ചിട്ടുണ്ട്, AR റഹീം ജയിച്ചിട്ടുണ്ട്. അത് വേറെ. 2019 അന്ന് സമ്പത്തിനോടുള്ള എതിർപ്പ് കാരണം, സമ്പത്തിനോടുള്ള എതിർപ്പ് ഒരു ഭാഗത്തുണ്ടാവാം. അതിലുപരി അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഒരു ജയൻ കില്ലർ, അദ്ദേഹം ജയിച്ചിട്ടുള്ള മറ്റ് കോന്നി മണ്ഡലം അങ്ങനെ എളുപ്പത്തിൽ ജയിക്കാവുന്ന മണ്ഡലം അല്ലല്ലോ. എന്തായാലും ശരി, വളരെ ശക്തമായ പോരാട്ടമാണ് ആറ്റിങ്ങിൽ നടക്കുന്നത്. അത് പിന്നെ നിസ്സാരമായിട്ടുള്ള മത്സരത്തിൽ മുരളീധരൻ ഗ്രൗണ്ടിൽ ബന്ധമുള്ള ഒരാളാണ്. രാജീവ് ചന്ദ്രശേഖരൻ്റെ മാതിരിയല്ല. പിന്നെ ആളുകളായിട്ട് ABVP-യുടെ പ്രസിഡൻ്റായിരുന്നു, കേരളത്തിലാകെ അറിയപ്പെടുന്ന ഒരാളല്ലേ. പിന്നെന്താ എന്നോട് ചോദിക്കാനുള്ളത്? V. മുരളീധരനും BJP നിലവിലുള്ള MP ആയിട്ടുള്ള അടൂർ പ്രകാശ്, ഇപ്പോൾ ചാലഞ്ചറായിട്ട് വന്നിട്ടുള്ള ജോയ്, അതെ, 3 ആളും ഒന്നിനൊന്ന് അവരുടെ പാർട്ടികളിൽ അബാൻഡൻ ചെയ്യപ്പെട്ട ആൾക്കാരല്ല. ഞാൻ പറഞ്ഞത് അവർ 3 ആളും അവരവരുടെ പാർട്ടികളിൽ കറണ്ട് പൊളിറ്റിക്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ. ജില്ലാ സെക്രട്ടറി ആയിരുന്നല്ലോ ജോയ്. അടൂർ പ്രകാശിന് ഭയമുണ്ട് ഇപ്പോൾ ജയിക്കുമോ എന്ന. 3 ഞങ്ങൾ ഈ ഭയം അല്ലെങ്കിൽ സന്തോഷം എന്നുള്ള കെയർഫുള്ളാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ. പക്ഷെ ഇന്നത്തെ കൺവെൻഷൻ വളരെ ഗംഭീരമായ ഒരു 5000 പേര് വന്നിട്ടുണ്ടാവും. ഈ പത്തനംതിട്ട ഒരുപക്ഷെ UDF അത്രമാത്രം ഗൗരവത്തോടെ എടുത്തിട്ടുണ്ടോ എന്നറിയില്ല. ഈ ആൻ്റണി അത്ര നല്ല സ്ഥാനാർത്ഥിയല്ല എന്ന പൊതുവെ ഒരു ആരോപണം അവിടെ നിലനിൽക്കുന്നു അവിടുത്തെ വോട്ടർമാർക്കിടയിൽ. അനിൽ ആൻ്റണിയെ PC ജോർജ് പരിഹസിച്ചിരുന്നു എങ്കിലും അനിൽ ആൻ്റണിക്ക് നല്ല വോട്ട് ബേസ് അവിടെ ഉണ്ട്. പത്തനംതിട്ട നല്ല വോട്ട് ബേസുള്ള മണ്ഡലമാണ്. പണ്ട് K. സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ നിസ്സാരക്കാരനായിരുന്നില്ല. ഞാൻ പന്തയൊന്നും കിട്ടുന്നില്ല. പത്തനംതിട്ടയിൽ BJP-യുടെ ഫൈനസ്റ്റ് അവർ എന്ന് പറയുന്ന K. സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴായിരുന്നു. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉള്ള അനിൽ ആൻ്റണിയുടെ ശ്രമം പോലും വിജയിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവിടുന്ന് ബഹുദൂരം മുന്നോട്ട് കൊണ്ട് ജയിക്കാൻ വേണം. അതുപോലെ തന്നെ അനിൽ ആൻ്റണി എന്നൊക്കെ പറയുന്നത് ഒരു കുട്ടിയാണ്, എൻ്റെ മുമ്പിൽ ഒരു കുട്ടിയാണല്ലോ. അനിൽ ആൻ്റണി അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ പര്യായ പദമാണ്. ഈ അവസരവാദ രാഷ്ട്രീയം എന്ന് പറയുന്നതിന് പകരം അനിൽ ആൻ്റണി എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ ആള് തന്നെ നീ എന്നെ ചതിക്കരുതെന്ന് പറഞ്ഞ പോലെ അനിൽ ആൻ്റണിയുടെ പണി ചെയ്യരുത് എന്നാണ് പറയണത്. എനിക്ക് വളരെ ദുഃഖമുണ്ട് അതിൽ. കാരണം ഇപ്പോൾ AK ആൻ്റണി നമ്മുടെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിട്ടിരിക്കുകയും വർക്കിംഗ് കമ്മിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ടിരിക്കുകയും പ്രധാനമന്ത്രി കഴിഞ്ഞാൽ നമ്പർ 2 എന്നൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു ക്യാബിനറ്റിൽ. അത് ആരായിരുന്നു? AK ആൻ്റണി ആയിരുന്നു.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങളെപ്പോഴും പോകും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു രാഷ്ട്രീയ രക്ഷാകർത്താവ് എന്ന് തന്നെ പറയാവുന്ന പോലുള്ള അത്രയും കടപ്പാടുകൾ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരാളാണ് AK ആൻ്റണി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഈ കുട്ടികളെ കാണുമല്ലോ. അപ്പോൾ അവരൊക്കെ കോൺഗ്രസിൻ്റെ ഫോൾഡിലേക്ക് വന്നു. പക്ഷെ നല്ല കഴിവുള്ള ഒരു യുവ നേതാവ് വളർന്നു വരാനുള്ളൊരു സ്പേസ് BJP-യിൽ കണ്ടെത്തിയതാവാം. അതെ, അങ്ങനെ കണ്ടെത്തലാണല്ലോ. മോദിക്കും വലിയ കാര്യമാണ്. അതിനെയാണ് അവസരവാദം എന്ന് പറഞ്ഞത്. അപ്പോൾ അവസരവാദ രാഷ്ട്രീയത്തിനെ ഇനി അനിൽ ആൻ്റണി എന്ന് വിളിച്ചാൽ മതി. അപ്പോൾ അദ്ദേഹം ആ അച്ഛൻ അവിടെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് അച്ഛൻ്റെ രാഷ്ട്രീയത്തോട് യോജിപ്പില്ല, താങ്കളുടെ രാഷ്ട്രീയത്തോട് ഞാൻ യോജിക്കുന്നു, താങ്കളുടെ പിന്നെ രാജ്യരക്ഷാമന്ത്രിയോ ഇനി ഭാവിയിൽ പ്രസിഡൻറ്റോ പ്രധാനമന്ത്രിയോ ഞാനില്ല, ഞാൻ ഈ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു പ്രായവും പക്വതയും ഒക്കെ വരണ്ടേ അതിന് അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ. ശരി, പക്വതയൊന്നുമല്ല വന്നത്. അദ്ദേഹത്തിൻ്റെ പേരുള്ള കേസ് വന്നോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാ. എന്തായാലും ശരി, അനിൽ ആൻ്റണി ചെയ്തത് വഞ്ചനയാണ്. ഒരു വഞ്ചകൻ. പത്മജയിലേക്ക് വരാം, സ്ഥാനാർത്ഥിയല്ലാത്തതുകൊണ്ട് ഞാൻ വിടുന്നു. അനിൽ ആൻ്റണി ചെയ്തത് കേരള രാഷ്ട്രീയം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു വഞ്ചനയാണ്. നമ്മുടെ MBR മോനും ചെയ്തല്ലോ. അതെ, നികേഷും. കുട്ടികളെ പിടുത്താണല്ലോ. അത് പിണറായിയാണ് അതിൻ്റെ ഒരു തുടക്കം ഇട്ടത്. പക്ഷെ അതിനോട് ഞങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഈ സമുന്നതരായ രാഷ്ട്രീയ നേതാക്കളുടെ മക്കളെ റാഞ്ചുക, അവസരവാദികളായ മക്കളെ റാഞ്ചുക, ആ റാഞ്ചൽ നികേഷ് കുമാറിനെ റാഞ്ചിയപ്പോൾ ഞങ്ങളുടെ പാർട്ടിക്ക് കുറേ, നികേഷ് കുമാർ നമ്മുടെ പാർട്ടിയിലൊന്നും മെമ്പർ പോലും ആയിരുന്നില്ല. നികേഷ് കുമാറിൻ്റെ ചേട്ടന്മാരാണ് പിന്നെങ്കിലും പാർട്ടി മെമ്പർമാരും ഒക്കെ ആയിരുന്നത്. നികേഷ് കുമാർ KSU ആയിരുന്നു, അതറിയോ? ചെറുപ്പത്തിൽ ഇവാനിയോസ് കോളേജിൻ്റെ ചെയർമാനായിരിക്കുമ്പോൾ KSU ആണ്. അതെ. അപ്പോൾ MBR എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ അത് ഈ പിള്ളേരുടെ അടുത്തൊക്കെ പറയണ്ടേ, കാരണം ഇവനൊക്കെ എന്ത് പണിയായി കാണിക്കുന്നത്. അല്ല, അപ്പം പറഞ്ഞാൽ കേൾക്കില്ല. കേട്ടില്ലല്ലോ. എങ്കിലും അവൻ അന്ന് MBR മന്ത്രിയാണല്ലോ. ആദ്യം അവിടെ നമ്മുടെ അരവിന്ദാക്ഷനും കൂട്ടരൊക്കെ പലരോടൊക്കെ പറഞ്ഞിട്ടാണ് സീറ്റൊക്കെ കിട്ടിയത്. സീറ്റ് കിട്ടിയ ഇവാനിയോസിൽ നമ്മുടെ ഒരു പാർട്ടിയുടെ ഒരു അനുഭാവിയായിട്ട് എന്താണ് പറയുക, ഈ മാഗസിൻ എഡിറ്ററായി. പിന്നത്തെ പ്രാവശ്യം KSUക്കാർ പറഞ്ഞു, അവിടെ ജേക്കബാ കുറവംകുണത്തെ, നികേഷ് ഒന്നും നടക്കില്ല, നിന്നെ ചെയർമാനാക്കും, പക്ഷേ നീ KSU ചേർന്നു. എന്നോടും പറഞ്ഞില്ല, MBRോടും പറഞ്ഞില്ല, KSUവിൽ ചേർന്നു. പക്ഷേ MBRൻ്റെ മകൻ പോയി എന്നുള്ളതൊരു വാർത്തയായി അല്ലേ? അതെ. അതിനേക്കാളൊക്കെ എത്രയോ വലിയ കണക്ഷനാണ് അനിൽ ആൻ്റണിക്ക് ഉണ്ടായിരുന്നത്. അനിൽ ആൻ്റണിയുടെ ഒരു പടം ഇന്ത്യ ടുഡേയിൽ വന്നു. അതായത് 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലെ യുവ നേതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറേ ആളുകളുടെ പടം വന്നു. ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വ പടങ്ങൾ ഓരോന്നും മറിച്ചു. അതിൽ അവസാനത്തെ പടം അനിൽ ആൻ്റണിയുടേതായിരുന്നു. അപ്പോൾ അനിൽ ആൻ്റണിക്ക് വേണ്ടിയാണ് അത് ഇറക്കിയത്. മനസ്സിലായി. നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് നേരെ ഇടുക്കിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ എറണാകുളത്തേക്ക് വരുമ്പോൾ പത്തനംതിട്ടയിൽ ഈ ആൻ്റണിക്കുള്ള സ്വാധീനം, അദ്ദേഹത്തെ 3 പ്രാവശ്യം ജയിച്ച ഒരാളാണല്ലോ. നാച്ചുറലി പരാതികളും പടക്കങ്ങളും. പക്ഷേ UDF ഇപ്പോൾ അവിടെ ഇപ്പോൾ 2-3 കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് വിട്ടുപോയി. അധികം പേര് അധികം ശ്രദ്ധിച്ചില്ല. പക്ഷേ അനിൽ ആൻ്റണിക്ക് അതുകൊണ്ടുണ്ടായ ഗുണം, അവർ കോൺഗ്രസ്സിൽ നിൽക്കുന്നതായിരുന്നു കൂടുതൽ അപകടം. കാരണം കോൺഗ്രസ് മിഷണറി അവരുടെ കയ്യിലിരിക്കുകയാണല്ലോ. ഒരാൾ പോകുന്നത് നല്ലതാണെന്ന് പറയാം, എൻ്റെ സ്നേഹിതന്മാരെല്ലാവരും. പക്ഷേ അവിടെ അവർ കൃത്യമായി ഇടതുപക്ഷ മുന്നണിയുടെ യോഗങ്ങളിൽ പ്രസംഗിക്കാൻ നേരത്തെ തുടങ്ങി അല്ലേ? അതെ. അപ്പോൾ അതുകൊണ്ട് അവർ ഇപ്പം നേരത്തെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട DC പ്രസിഡൻ്റായിരുന്ന ആൾ പോയല്ലോ അല്ലേ? അല്ല, പത്തനംതിട്ടയിൽ ഇക്കുറി ഒരു റിസ്ക് വരാൻ പോകുന്നത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ വോട്ടുകൾ കൂടി ഇടതുപക്ഷത്തേക്ക് മാറും. UDFൻ്റെ വോട്ട് ഷെയർ കുറച്ചൊരു വ്യത്യാസം. അല്ല, കേരള കോൺഗ്രസ് എം പോവുക എന്നുള്ള പ്രശ്നം പൊതുവിലുണ്ടല്ലോ, അല്ല ഇല്ല എന്നുള്ളത് അത് ഗൗരവത്തിൽ നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളത് എന്തുകൊണ്ട് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്ന് പറയുന്നില്ല. ഞങ്ങളതിൽ കാണുന്നത് കേരള കോൺഗ്രസിൻ്റെ മാസ് ബേസ് കർഷകരോട് ഈ ഗവൺമെൻറ് എടുത്തിട്ടുള്ള നയം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്, പോളിസി മാത്രമല്ല ആറ്റിറ്റ്യൂഡ്. ഏത് സമയത്തും നിങ്ങളുടെ വീട്ടിൽ കാട്ടുപോത്ത് വരാം, കരടി വരാം, മാന വരാം. അതിന് ഒരു മന്ത്രിയെ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. മന്ത്രി വയ്യാതെ കിടക്കുക, അദ്ദേഹത്തിന് ആരോഗ്യമില്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് വിമർശിക്കാനോ പരിഹസിക്കാനോ ഇല്ല. പക്ഷെ അത് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരോ നോക്കണ്ടേ.
അപ്പോൾ ഈ കാട് എന്ന് പറയുന്നത് നാട്ടിനകത്തേക്ക് വന്നത് നമ്മുടെ അഞ്ചൽ അടുത്ത് കാട്ടുപോത്തിടിച്ച് ഒരാൾ മരിച്ചു ഇല്ലേ? ഞാനവിടെ ചെന്നപ്പോൾ നാട്ടുകാർ പറയാണ്, സാറേ ഇവിടെ സാധാരണ പോത്ത് പോലും ഇല്ല, ഇവിടെ പോത്ത് വളർത്തില്ല. കാട്ടുപോത്ത് എവിടെ നിന്ന് ഈ കനാൽ വഴി കൂടെ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വേറെ സ്ഥലത്ത് നമ്മുടെ എരുമേലി ചെന്നപ്പോൾ അവിടെ ഈ ഒരാൾ ചെറിയ വീടാണ്, ആ വീടിന് മുമ്പിൽ അയാൾ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുക. ഒരു കാട്ടുപോത്ത് ഉരുകി അങ്ങോട്ട് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, ഇത്തിരി പൊക്കത്തുള്ള സ്ഥലത്ത്. അയാളെയും കൊന്നു, തൊട്ടപ്പുറത്തൊരാളെയും കൊന്നു. ഈ മരിച്ചവർക്ക് കൃത്യമായ പൈസ കൊടുത്തു. ഞങ്ങൾ 1 കോടി രൂപ കൊടുക്കണം എന്നാണ് പറയുന്നത്. കാരണം ഓരോരുത്തർക്കും ഒരു മരിച്ച ഒരാൾക്ക്. ഇനി ഇപ്പോൾ നമ്മുടെ പാർട്ടിയുടെ വിജയകൃഷ്ണൻ കൂട്ടരുടെ കൂടെ പോയിട്ട് നമ്മുടെ പാർട്ടി നേതൃത്വത്തിൽ ഇപ്പോൾ നമ്മുടെ പാർട്ടി കോൺഗ്രസിന് ശേഷം വയനാട്ടിൽ എത്രയോ ആളുകൾ ആശുപത്രിയിലും പോകേണ്ട പറ്റാതെ, ആശുപത്രിയിൽ പോയിട്ട് കാര്യമില്ലാത്ത തരത്തിൽ കട്ടിൽ നടിക്കാൻ പറ്റാതെ കിടക്കുക. ഈ ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്തോ? അപ്പം ഞാൻ പറഞ്ഞത് കേരള കോൺഗ്രസ് വനയോര കർഷകനാണ്. അതുപോലെ തന്നെ റബ്ബർ ഇപ്പോൾ 221 റുപ്യ ഇൻ്റർനാഷണൽ മാർക്കറ്റായി. സ്വയംവൻ എന്നെക്കാൾ അറിയാലോ. 180 എന്താ ഇവിടെ ആവാത്തത്? 220 ആവാത്തത് ഫ്ലക്ച്വേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോൾ 180 വെച്ചിരിക്കുന്നത്. അല്ല, ഇനെഫിഷ്യൻസിയാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഇറക്കുമതി നയത്തിൻ്റെ പ്രശ്നമാണ്. ഒരു മാണി സാറിൻ്റെ അഭാവം നമ്മളിവിടെ കാണുന്നുണ്ട് അല്ലേ? 150 എന്ന താങ്ങുവില ആദ്യം വർഷങ്ങൾക്ക് മുമ്പ് 170, ഇപ്പോൾ 180 എന്ന് പറഞ്ഞു. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 221 വന്നത് വാങ്ങിച്ചു കൊടുക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് കഴിയുന്നില്ല. അതാണ് ഇത്തവണത്തെ പ്രശ്നം. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നമ്മുടെ സുരേഷ് കോശിയൊക്കെ എന്നോട് പറയുന്നത്, ഞാൻ റബ്ബർ കാര്യങ്ങളുടെ എക്സ്പെർട്ടൊന്നുമല്ല, മിനിമം $3 വരുമെന്നാണ്. അതെ, നിങ്ങൾക്ക് എന്നെക്കാളും അറിയാം, പാലക്കാരല്ലേ. 3 ചിലർ $5 എന്ന് പറയുന്നുണ്ട്. ടു ഹൈ എന്ന് പറഞ്ഞാൽ ഒരു കിലോയ്ക്ക് 350-400 രൂപ വരെ റബ്ബറിന് കിട്ടാവുന്ന ഒരു അന്തർദേശീയ സാഹചര്യം ഉണ്ടായിട്ട് ഇവിടെ എന്താണ് ഈ പിണറായി വിജയൻ ഗവൺമെൻറ് ചെയ്യുന്നത്? എന്താണ് നരേന്ദ്രമോദി ചെയ്യുന്നത്? അപ്പോൾ കേരള കോൺഗ്രസ്സുകാരൊക്കെ അവർക്ക് വോട്ട് പൈസ കിട്ടാത്തതിൻ്റെ പേരിൽ അവർ വോട്ട് ചെയ്യണോ? മനസ്സിലായി. നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ വിഷയങ്ങളിലേക്ക് ഒരു 2ാം പാദത്തിൽ വരാം. നമുക്കിപ്പോൾ മണ്ഡലങ്ങളിലൂടെ കുറച്ചുകൂടെ ഒരു അപ്പോൾ ഇടുക്കിയിലേക്ക് നമ്മൾ കടക്കുന്നു, എറണാകുളത്തേക്ക് വരുന്നു. ഇടുക്കിയും എറണാകുളവും ഒന്നും ഒരു ചിത്രമങ്ങ് അത്ര കണ്ട് തെളിഞ്ഞു വരുന്നില്ല. പൊതുവെ എറണാകുളത്ത് എന്താ ചിത്രം കുറവ്? അല്ല, ഹൈബി ഈഡന് കാര്യമായ ഒരു പ്രതിയോഗിയില്ല എന്നാണ് പൊതുവെ ഒരു പൊതുവിലയിരുത്തൽ. പക്ഷേ ചാലക്കുടിയിൽ ഒരു അപകടം പതിയിരിക്കുന്നു. കാരണം 3 നിയോജക മണ്ഡലങ്ങളിൽ 62,000 ഫിക്സഡ് ഡിപ്പോസിറ്റുള്ള 2020 ഇക്കുറി ചാലക്കുടിയിൽ അവരുടെ സ്വന്തം സ്ഥാനാർത്ഥി അവതരിപ്പിച്ചു. അവർ അവകാശപ്പെടുന്നത് അവർക്കൊരു 1.5 ലക്ഷത്തിന് മുകളിലോട്ട് സ്വന്തം. തീർച്ചയായിട്ടും അത് ഗൗരവത്തിൽ കാണേണ്ടതാണ്. നമ്മളിപ്പോൾ എല്ലാറ്റിനെയും നിസ്സാരവൽക്കരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇടുക്കിയിൽ താങ്കൾ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊന്നുമില്ല. കർഷകർ കാത്തിരിക്കുകയാണ് ഈ ഗവൺമെൻറ്റിനെതിരെ വോട്ട് ചെയ്യാനായിട്ട്. കേരള കോൺഗ്രസിൻ്റെ അഭാവത്തിൽ കോട്ടയം പറഞ്ഞില്ലല്ലോ. അതെ, അതായത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, അതാണ് നമ്മുടെ കേരള കോൺഗ്രസിൻ്റെ ഒരു ബെൽറ്റ്. അവിടെ 3 സ്ഥലങ്ങളിലും 3 മണ്ഡലങ്ങളിലും കേരള കോൺഗ്രസിൻ്റെ കുടുംബങ്ങളിൽ വളരെ അസംതൃപ്തിയാണുള്ളത്. അവർക്ക് കുറച്ച് ആൾക്ക് MP MLA ആവാൻ പറ്റി, അല്ലെങ്കിൽ MLA ആവാൻ പറ്റി. ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായൊരു വിധിയെഴുത്ത് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാലും ഒരു പക്ഷേ കേരള കോൺഗ്രസ് UDF തിരിച്ചു വരാൻ നിർബന്ധിതരാവും. അത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ജോസഫ് പറഞ്ഞത്. ചാലക്കുടിയിൽ തീർച്ചയായിട്ടും 2020 ഒരു ഇത് വന്നിട്ടുണ്ട്. പക്ഷേ 2020 തന്നെ ഇപ്പോൾ വരുന്ന വാർത്തകൾ നമ്മൾ കാണുമ്പോൾ ഞാനൊരു വ്യവസായിയെ എപ്പോഴും പിന്താങ്ങുന്നില്ല. നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് തന്നെ എൻ്റെ സ്വന്തം ചാനലിൽ ഞാൻ അദ്ദേഹത്തെ പിന്താങ്ങിക്കൊണ്ട് സംസാരിച്ചത് സ്വയമോനെങ്കിലും ഓർക്കുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഒരു വ്യവസായിയെ പൊളിറ്റിക്കലായിട്ട് ഹണ്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പൊസിഷൻ. ഞാൻ ആ കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്, യാതൊരു സംശയവും ആ കാര്യത്തില്ല. പക്ഷെ വ്യവസായികളും പൊളിറ്റീഷ്യൻ്റെ ഷൂസിൽ കയറി നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം. പാടില്ലായിക്കൊന്നുമില്ല, ശ്രദ്ധിക്കണം. അതിൽ അങ്ങ് ആറ്റം ബോംബായിരിക്കും ഉദ്ദേശിക്കുന്നത്. സാബു വളരെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം തന്നെ നടത്തിയൊരു സ്റ്റേറ്റ്മെൻറ്റിൽ എനിക്ക് ഭയങ്കര, ഞാനത് പബ്ലിക്കായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്നെ അറസ്റ്റ് ചെയ്താൽ ഞാൻ ആറ്റം ബോംബ് പൊട്ടിക്കും. ആറ്റം ബോംബ്
അതൊരു രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ഒരാളുടെ ഡയലോഗല്ല. അല്ല, അതൊരു പക്ഷേ അദ്ദേഹത്തിനൊരു സ്ലിപ്പ് ഓഫ് ടങ് സംഭവിച്ചായിരിക്കും. ആവട്ടെ, താങ്കൾക്കത് തോന്നിയല്ലോ. പിണറായി വിജയൻ്റെ മകളെ ഞാൻ ജയിലിലടയ്ക്കും. അപ്പോൾ ഈ ജയിലൊക്കെ അദ്ദേഹം സ്വന്തമായിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുകയാണോ? അല്ല, പക്ഷെ പിന്നീട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവന് ആര് സംരക്ഷണം നൽകും, എൻ്റെ സ്വത്തിന് ആര്. എൻ്റെ പോയിൻ്റ് അതല്ല. നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ ആളുകളെ ബ്ലാക്ക് മെയിൽ ചെയ്യരുത്. എന്നാൽ സി പി എം അത് കേട്ട പോലെ ഭാവിച്ചില്ല, പ്രതികരിച്ചില്ല. പ്രതികരിക്കുമ്പോൾ ഇയാൾ പറഞ്ഞാലോ? അപ്പോൾ സാബു വളരെ നമ്മൾ നാടൻ ഭാഷ പറഞ്ഞ് 8.5 കട്ടയ്ക്കാണ് പോകുന്നത്. അതെ, അപ്പോൾ കയ്യിൽ സാധനമുണ്ട്. അല്ല, അധികം നാൾ ഈ 8.5 കട്ടയ്ക്ക് നിൽക്കൂല. ഹൈപ്പിച്ച് നമ്മൾ പതിഞ്ഞ് പാടിയൊക്കെ ദീർഘസമയം പാടാം. ഇച്ചിരി ഹൈപ്പിച്ചിലാണ് പോകുന്നത്. അതുകൊണ്ട് എങ്കിലും പിന്നെ വളരെ പരിണിതപ്രജ്ഞനാണ് നമ്മുടെ ബെന്നി അവിടെ എന്താ പറയുക, ഈച്ച് ആൻഡ് എവരി. പക്ഷെ ഒരു 1 ലക്ഷം അല്ലെ 1.25 ലക്ഷം വോട്ടുകൾ മറിയുന്നു എന്നത് ഒരു UDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് വലിയ റിസ്ക്. അതെല്ലാം UDFൻ്റെ തന്നെ കൃത്യമായിട്ട് അരയന്ന വെള്ളം കുടിക്കുന്ന പോലെയാണ് പോകുന്നത്. ഈ അരയന്നത്തിന് പാലിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അരയന്ന അത് കുടിക്കുമ്പോൾ വെള്ളം അവിടെ ബാക്കിയാവും, പാല് മാത്രം. അങ്ങനെയൊന്നുമല്ല രണ്ട് സ്ഥലത്തും. പിന്നെ എതിർത്ത് നിൽക്കുന്ന കാൻഡിഡേറ്റ് ആരാ? രവീന്ദ്രനാഥ്. അതെ, ഒരു ആക്ഷേപവും പറയാനില്ല. എന്താ? ഒരാക്ഷേപവും പറയാനില്ല. പഴയ AVP അനുഭവിയ. ഞാനൊരാളെ പേഴ്സണലായിട്ട് പറയില്ല. അപ്പോൾ ആ വോട്ടുകൂടെ കിട്ടും. അതെനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ സെൻറ് തോമസ് കോളേജിൽ 74-77 ബാച്ച് ഫിസിക്സാണ്, അദ്ദേഹം കെമിസ്ട്രിയാണ്. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ് മുകളിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ് താഴെയാണ്. AVP അനുഭവിയായിരുന്നു. എല്ലാ ദിവസവും കാണും. ക്ലാസ് മേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ജനറൽ സബ്ജക്റ്റൊക്കെ വരുമ്പോൾ ഒരുമിച്ച് വരും. എത്രയോ പേർ CPM-ൽ നിന്ന് BJP-യിൽ എത്തുന്നു, കോൺഗ്രസിൽ നിന്ന് BJP. അല്ല, എനിക്ക് ആക്ഷേപമില്ല, ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അദ്ദേഹം ചേരാന്നുള്ളൊരു ശാഖയിലാണ് പോയിരുന്നത്. അമ്മ ഇവിടെ അവിടെയാണ്. നമ്മുടെ AN രാധാകൃഷ്ണൻ്റെ ബന്ധുവാണ്. ഇതിലൊന്നും എനിക്ക് ആക്ഷേപമില്ല. ചില അന്തർധാരകളുണ്ട് എന്നല്ലേ സൂചിപ്പിക്കുന്നത്? എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അദ്ദേഹം KM-RL-ൻ്റെ കണക്ഷനും അറിയാമല്ലോ. അതുകൊണ്ട് KM-RL-ൻ്റെ സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ പറയണില്ല. അല്ല, കർത്തയായിട്ടുള്ള ബന്ധമല്ല ഉദ്ദേശിക്കുന്നത്. കർത്തയാണല്ലോ ആള്. കർത്ത എന്നുള്ളൊരു പേരല്ലല്ലോ, പ്രസ്ഥാനമാണ്. അല്ല, അതൊരു കമ്മ്യൂണിറ്റി പോലത്തെ സംഗതി, സർനെയിമാണല്ലോ. അപ്പോൾ അതൊക്കെ വളരെ സൂക്ഷിച്ചാണ്. പക്ഷേ രവീന്ദ്രനാഥ് ഒരു സാത്വികനാണ്. അദ്ദേഹം സ്വാത്വികരായ ആളുകൾ പല സ്ഥലത്തുണ്ട്. അതൊരു കമ്മ്യൂണിസ്റ്റുകാരനൊന്നല്ല. അല്ല, അതുകൊണ്ട് ആക്ഷേപമൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം. കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആൾക്കാർ സ്വയം എല്ലാവരും കറക്റ്റാണോ ചെയ്തതല്ലല്ലോ. ഞാൻ പറഞ്ഞത് അല്ല, പറയേണ്ടതെല്ലാം പറഞ്ഞു. ഞാനിതിൽ പറഞ്ഞതിൽ എന്തെങ്കിലും ഫാക്റ്റിൽ തെറ്റുണ്ടോ? ഇദ്ദേഹം നോമിനേഷൻ കൊടുത്തു 77 എവിടെ? സെൻറ് തോമസ് കോളേജിൽ AVP അനുഭവിയായിട്ട്. അപ്പോൾ അവിടെ ശരിക്കുള്ള SFI-കാരൻ്റെ പേരും രവീന്ദ്രനാഥ് എന്നാണ്. MSc കെമിസ്ട്രി, രണ്ടാളും ഒരേ ക്ലാസ്സിൽ. അപ്പോൾ സ്വാഭാവികമായി തെറ്റിദ്ധാരണ വരുമല്ലോ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ജയിലിലായിരുന്നു, EK മേനോൻ. MLA ആയിരുന്നു പിന്നീട്, അറിയാമല്ലോ. EK മേനോൻ അയ്യന്തോളം. ഇപ്പോഴും രവി വീണ്ടും രാഷ്ട്രീയത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട് സാധാരണ മേഖല. അപ്പോൾ നമ്മുടെ ആൾക്കാർ പോയിട്ട് ഈ രവീന്ദ്രനാഥനോട് പിൻവലിക്കാൻ പറഞ്ഞു. അത് പിൻവലിച്ചില്ല. അതിനെക്കുറിച്ച് തർക്കമായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയ ആളുകൾ ഇപ്പോൾ CMP-യില്ല. പേര് പുരുഷോത്തമൻ. മനസ്സിലായി.